പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ സിദ്ദീഖ് മുത്തങ്ങയിൽ. എല്ലാ കൂട്ടുകാർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. ക്ഷേമൈശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വാട്സപ്പിൽ എങ്ങനെയാണ് ഒരു കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് എങ്ങനെയാണ് കോണ്ടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ഹൈഡ് ചെയ്യുക, മറച്ചു വെക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതോടൊപ്പം തന്നെ പല സുഹൃത്തുക്കളും ചോദിച്ചൊരു ചോദ്യം, പല വിഷയങ്ങളും പല കാര്യങ്ങളും വാട്സപ്പ് സംബന്ധമായി നമുക്ക് പറയാനുണ്ട്. ഒന്ന് രണ്ട് പൊടിക്കൈകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ. നാം സെൻഡ് ചെയ്ത മെസ്സേജ്, അയച്ചു കൊടുത്ത ഒരു മെസ്സേജ്, അയക്കപ്പെട്ടയാൾ അത് കണ്ടു എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന 2 ടിക്ക് മാർക്ക്, ബ്ലൂ ടിക്ക് മാർക്ക്, പലപ്പോഴും അങ്ങനെ ഒരു ടിക്ക് മാർക്ക് കാണാറില്ല. അദ്ദേഹം വായിച്ചു എന്നോ വായിച്ചില്ലയോ എന്ന് അറിയാൻ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ബ്ലൂ ടിക്ക് മാർക്കാണ്. എന്നാൽ ആ ടിക്ക് മാർക്ക് പലപ്പോഴും പല മെസ്സേജുകളും നാം അയക്കപ്പെട്ട ആൾക്ക് അത് കണ്ടാൽ കാണുന്നില്ല എന്ന ഒരു സംശയം. ഇത് മാത്രമാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് നമ്പറാണ് താൽക്കാലികമായി ഹൈഡ് ചെയ്ത് വെക്കേണ്ടത് എങ്കിൽ ആ നമ്പർ ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുക. ആ നമ്പർ ഇപ്പോൾ സെലക്ട് ആയിരിക്കുകയാണ്. ശേഷം ഏറ്റവും മുകളിൽ ഡിലീറ്റ് സിമ്പൽ കാണാം. അതുപോലെ തന്നെ മ്യൂട്ട് എന്ന ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ഹൈഡ് എന്ന ഈ ഓപ്ഷനും നിങ്ങൾക്ക് കാണാം. ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന ഈ സിമ്പൽ ടച്ച് ചെയ്താൽ ആ വ്യക്തി ഹൈഡായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് നമ്പറാണെങ്കിലും ഏത് കോണ്ടാക്റ്റ് ആണെങ്കിലും അത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന 3ാമത്തെ ഐക്കൺ നാം ടച്ച് ചെയ്താൽ ആ നമ്പർ ഹൈഡാകുന്നതാണ്. പിന്നീട് ഹൈഡായ ആ നമ്പർ നമുക്ക് ആവശ്യമാണ് എങ്കിൽ ഒരു മെസ്സേജ് അതിലേക്ക് അയക്കുക. അതല്ലെങ്കിൽ അവിടെ നിന്നൊരു മെസ്സേജ് ഇങ്ങോട്ട് വന്നാലും ഹൈഡായ ആളെ നമുക്ക് കാണാൻ സാധിക്കും. ഹൈഡായ ആളെ നമുക്ക് കാണണമെങ്കിൽ, നാം മറച്ചു വെച്ച നമ്പർ കോണ്ടാക്റ്റ് കാണണമെങ്കിൽ സെർച്ച് ബാറിൽ ആ വ്യക്തിയുടെ പേര് എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഹൈഡ് ചെയ്ത ആളെ ഇവിടെ കാണാം. കൂടെ തന്നെ അതിൻ്റെ ഏറ്റവും അറ്റത്ത്, വലതുവശത്ത് ഏറ്റവും അറ്റത്ത് കാണാം അർച്ചീവ്ഡ് എന്ന് കാണാം. ഈ നമ്പർ സെലക്ട് ചെയ്ത് ആ നമ്പറിലേക്ക് നാം ഒരു ഹായ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, ഒരു ടെക്സ്റ്റ് നാം സെൻഡ് ചെയ്താൽ ആ ആൾ വീണ്ടും കോണ്ടാക്റ്റ് ലിസ്റ്റിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിൽ ആ വ്യക്തിയുടെ കോണ്ടാക്റ്റ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വാട്സാപ്പിൽ നിന്ന് ഒരു കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ നാം വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം അക്കൗണ്ട് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൈവസി എന്ന ഭാഗം സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഏറ്റവും താഴ്ഭാഗത്ത് ബ്ലോക്കഡ് കോണ്ടാക്ട്സ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. പിന്നീട് നമുക്ക് ആരെയാണ് ഈ ലിസ്റ്റിൽ നിന്ന് ബ്ലോക്ക് ചെയ്യേണ്ടത് എങ്കിൽ സ്ക്രീനിൻ്റെ വലതുവശത്ത് ഏറ്റവും മുകളിൽ ഒരു ടിക്ക് മാർക്ക്, ഒരു കോണ്ടാക്റ്റ് സിമ്പൽ ഇവിടെ കാണാം. അത് സെലക്ട് ചെയ്യുക. അതോടുകൂടെ വാട്സാപ്പിലുള്ള അത്രയും കോണ്ടാക്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഒരാളെ കോണ്ടാക്റ്റ് നമുക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ കോണ്ടാക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ കോണ്ടാക്റ്റ് ബ്ലോക്കഡ് കോണ്ടാക്റ്റ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും നമുക്ക് അതുപോലെ കോണ്ടാക്റ്റ് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ
സെറ്റിങ്സിലെ ബ്ലോക്കഡ് കോൺടാക്റ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. പിന്നീട് ഈ കാണുന്ന വലതുവശത്ത് ഏറ്റവും സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണുന്ന ഐക്കൺ പ്രസ് ചെയ്യുക. ആവശ്യമുള്ള കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 നമ്പറിലുള്ള കോൺടാക്റ്റ് ഞാൻ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ആ കോൺടാക്റ്റ് റീഓപ്പൺ ചെയ്യുക? അതിനായി കോൺടാക്റ്റ് നാം ബ്ലോക്ക് ചെയ്ത കോൺടാക്റ്റ് ബ്ലോക്കഡ് കോൺടാക്ട്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. പിന്നീട് അപ്പോൾ നാം ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ആളുകളെ ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ആ കോൺടാക്റ്റിന് മുകളിൽ അല്പനേരം ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ അൺബ്ലോക്ക് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്യുക. നമുക്ക് എത്രയാണോ കോൺടാക്റ്റ് നാം ബ്ലോക്ക് ചെയ്തത് അതെല്ലാം അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ ആ കോൺടാക്റ്റിന് നേരെ അല്പനേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. തുടർന്ന് അൺബ്ലോക്ക് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണും. അത് സെലക്ട് ചെയ്യുക. അതോടുകൂടെ നാം ബ്ലോക്ക് ചെയ്ത ആ കോൺടാക്റ്റ് വീണ്ടും നമ്മുടെ കോൺടാക്റ്റിലേക്ക് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കോൺടാക്റ്റ് നാം ഒരു കോൺടാക്റ്റിലേക്ക് അയക്കുന്ന മെസ്സേജ് എങ്ങനെയാണ് വായിച്ചോ ഇല്ലേ എന്നറിയുന്ന ബ്ലൂ ടിക്ക് മാർക്ക് ഒഴിവാക്കുന്നത്? അതിനായി വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്ക്രീനിൻ്റെ വലതുവശത്ത് കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്യുക. പിന്നീട് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് സെലക്ട് ചെയ്യുക. പ്രൈവസി സെലക്ട് ചെയ്യുക. ശേഷം നേരത്തെ ബ്ലോക്കഡ് കോൺടാക്റ്റ് പരിചയപ്പെടുത്തിയതിന് താഴ്ഭാഗത്ത് റീഡ് റെസിപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ടിക്ക് മാർക്ക് ഒഴിവാക്കുക. ഇതിൽ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ച മെസ്സേജ് നാം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരാണോ മെസ്സേജ് അയച്ചത് അയാൾക്ക് ടിക്ക് മാർക്ക് ബ്ലൂ ടിക്ക് മാർക്ക് കാണുന്നതാണ്. എന്നാൽ ഈ ടിക്ക് മാർക്ക് നാം റീഡ് റെസിപ്റ്റ് എന്ന ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നാം മെസ്സേജ് വായിച്ചോ ഇല്ലയോ എന്ന് അവിടെ അറിയാൻ സാധിക്കുകയില്ല. ഇതാണ് നാം അയക്കുന്ന മെസ്സേജുകൾ പലപ്പോഴായി മറ്റുള്ളവർ വായിച്ചോ ഇല്ലേ എന്ന് അറിയാത്തതിൻ്റെ കാരണം റീഡ് റെസിപ്റ്റ് എന്നതിലെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയത് കൊണ്ടാണ്. പ്രിയ സുഹൃത്തുക്കൾ, ഇനിയും വാട്സപ്പിൻ്റെ ധാരാളം ഫ്യൂച്ചറുകൾ ഇനിയും പറയാനുണ്ട്. അടുത്ത വീഡിയോ നിങ്ങൾ കാണും എന്ന പ്രതീക്ഷയോടു കൂടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സിദ്ദീഖ് മുത്തങ്ങയിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.